ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു സോസേജ് ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനൊരു സോസേജ് വാങ്ങിച്ചിട്ടുണ്ട്. ഡോഗ്സിൻ്റെ നല്ലൊരു സോസേജാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അമേരിക്കൻ അതിൻ്റെയൊക്കെ. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇത് വെച്ചൊരു സോസേജ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ആദ്യം നമുക്കിത് ക്യൂബ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സർക്കിളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാൻ തരത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാൻ. ഞാനിതൊരു സർക്കിൾ ടൈപ്പിലാണ് അരിയുന്നത്. ഇതേപോലെ നല്ല സർക്കിളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിക്ക് അരിയും. ഞാനിത് സർക്കിൾ പോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതെല്ലാം ഇതേപോലെ കുഞ്ഞായിട്ട് സർക്കിൾ പോലെ അരിഞ്ഞെടുക്കണം. എന്താണ് ഉണ്ടാക്കാൻ പോണേ? സൂപ്പർ. അപ്പോഴത്തെ ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് എന്തൊക്കെ മസാല വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മസാല എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മീനിനൊക്കെ ഇടുന്ന തരത്തിലുള്ള മസാല മതി. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യും. എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സോസേജ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. ഇപ്പോഴും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇവ മൂന്നും കൂടെ ചേർത്ത് മിക്സാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സോസേജ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ, ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കും കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് ശേഷം നമുക്ക് സോസേജൊക്കെ ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കാം. എല്ലാ സോസേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് ഒന്ന് കുറച്ച് മാറ്റി കൊടുക്കാം. ഒരു 2 or 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങും. നമ്മുടെ സോസേജൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി തിരികെ വരുന്നുണ്ടോ? ഇത് ചിക്കൻ്റെ സോസേജാണ്, നല്ല മണം വരുന്നുണ്ട്. ഇത് ചിക്കൻ്റെ സോസേജാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? കണ്ടോ, നന്നായിട്ട് തിരികെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ആകണം. ഏകദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം സോസേജ് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു 10-15 മിനിറ്റ് മതിയാകും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.